എൻ്റെ ചെറുപ്പകാലത്ത് രാസകൃഷി വളരെ നന്നായിട്ട് നടക്കുന്നൊരു സമയമാണ്. രാസകൃഷിയുടെ ഏറ്റവും ഉന്നതങ്ങളിലുള്ള രാസകൃഷിയാണ് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കും കൃഷിക്കും യോജിച്ചതെന്നുള്ളൊരു പ്രചരണം വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലമാണ്. ഒരു 1974-75 ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് നമുക്ക് കൃഷി ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നെൽകൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ കൃഷിയിൽ സഹായിക്കാനൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് പാടത്തൊക്കെ പോയി നോക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ നോക്കാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ രാസകീടനാശിനികൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ആ കണ്ടത്തിൽ ആ പാടത്ത് മുഴുവനായിട്ട് മത്സ്യങ്ങളും അതേമാതിരി ഈ ഞവണിക്ക അങ്ങനെയുള്ള ജലജീവികളൊക്കെ ചത്തു കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊക്കെ വളരെ കണ്ട് ഇപ്പോൾ തോട്ടിലെ മീൻ പിടിച്ചും ഈ ഞവണിക്ക പറക്കും ഒക്കെ ഒരു കളിച്ചു നടന്നൊരു കാലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നശിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉള്ളിലൊരു വിഷമമുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ശക്തമായിട്ട് പ്രചരണം നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക്, അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് നെൽകൃഷി വളരണമെന്നുണ്ടെങ്കിൽ രാസകൃഷി വേണമെന്നായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു മാനസിക വിഷമമൊക്കെ നിൽക്കുന്ന കാലത്താണ്, ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് സൈലന്റ് വാലി സമരമൊക്കെ വരുന്നത്. അപ്പോൾ അന്നേ കാലത്ത് പൊതുവെ ഇവിടെ അടുത്തൊരു വായനശാലയുണ്ട്, ഒരു കുഴിക്കാട്ടുശ്ശേരി ഗ്രാമീണ വായനശാല. കേരളത്തിലെ ഏറ്റവും ഒരു നല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വായനശാലകളിൽ ഒന്നായിരുന്നു അന്നത്. അപ്പോൾ അവിടെ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ ഈ സൈലന്റ് വാലി സമരമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പലരും വരെയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞൊരു വിഷയം നമ്മുടെ ശ്രദ്ധപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലടക്കം ഈ സമരങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോടൊക്കെ വായിക്കാനൊക്കെ ഒരു പ്രത്യേക താല്പര്യം തോന്നി. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളായിട്ടൊക്കെ ഉള്ള ആളുകളായിട്ട് ബന്ധപ്പെടുന്നത് അക്കാലത്താണ്. വീണ്ടും കുറച്ചു കാലം കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പൊതുവെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് കുറച്ചുകൂടി തീവ്രമായിട്ട് പരിസ്ഥിതി സംരക്ഷണമാണ് നമ്മുടെ ലോകത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ളൊരു മുഖ്യ അജണ്ട എന്നുള്ള നിലയ്ക്ക് എത്തുന്നത്. ആ നിലയ്ക്കുള്ളൊരു പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെടാനുള്ളൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഫസർ ജോൺ സി ജേക്കബ്, കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി ആചാര്യൻ എന്ന് പറയാവുന്ന ആളുകളിൽ ഒരാളാണ് പ്രൊഫസർ ജോൺ സി ജേക്കബ്, ഡോക്ടർ എം കെ പ്രസാദ്. ഇവരാണ് കേരളത്തിലെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ പ്രൊഫസർ ജോൺ സിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്നൊരു മാസിക, സൂചിമുഖി എന്ന് പറഞ്ഞിട്ടൊരു മാസിക അക്കാലത്ത് ഇറങ്ങി തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ സൂചിമുഖി മാസികയാണ് പ്രധാനമായിട്ടും കുറച്ചുകൂടി ഒരു പരിസ്ഥിതി രംഗത്തേക്കും അത് ഈ കാർഷിക രംഗത്തേക്കും ഉള്ളൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിട്ട് മാറിയത്. ഇതിൽ വരുന്ന ലേഖനങ്ങൾ പ്രത്യേകിച്ച് അക്കാലത്ത് റേച്ചൽ കാർസന്റെ പുസ്തകം സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം, അപ്പം അത് മലയാളത്തിൽ വരിക, അത് വായിക്കാനൊക്കെ പറ്റി. അപ്പോൾ ഇതൊരു ആഗോള വിപത്താണ് ഈ രാസ വിപണി. ഇത് ഒരു ഈ രാസ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു യുദ്ധത്തിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് വന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ആ രീതിയിൽ വന്ന രാസവസ്തുക്കൾ തന്നെയാണ് നമ്മുടെ കൃഷിയിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു തരത്തിലുള്ള ഒരു അധിനിവേശത്തിനുള്ള ശ്രമമാണെന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിട്ട് വന്നിരുന്നത്. ജനങ്ങൾ രാസവള കൃഷിയിലേക്ക് പോകാനുള്ള പ്രധാന കാരണം അന്നത്തെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഏല ഓഫീസുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഏല ഓഫീസുകളിലെ ഇന്നത്തെ വിഇഒ, അപ്പം ഇന്നത്തെ വിഇഒ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കൃഷി ചെയ്യാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ രാസവളം ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് വിളവ് കൂടുതൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധമായിട്ടും ആളുകളെ സമീപിച്ചു. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ പണ്ട് കാലത്ത് ഒരു വന്നിരുന്നത് ഓർമ്മയുണ്ട്. ഇവർ വരും, കുറേ നേരം ഇരിക്കും, എന്തെങ്കിലും ചെടികളോ തൈകളൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്ന് തരും. അതായത് ഈ പൊട്ടിച്ച മാവും തൈ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരും. അതേമാതിരി ഡേഞ്ച മാതിരിയുള്ള വിത്തുകൾ കൊണ്ടുവരും വിതയ്ക്കാനുള്ള. ഇതൊക്കെ കൊണ്ടുവരും. അതിൻ്റെ കൂടെ തന്നെ രാസവളത്തിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലുള്ള ആളുകൾക്ക് ഈ രാസവളം ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം വിളവ് കൂടുതൽ കിട്ടും എന്നുള്ളതൊരു പരമാർത്ഥം തന്നെയാണ്.
ഇപ്പം ഇത്തരത്തിലുള്ള ഒരു വിളവ് കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ ഈ കർഷകരുടെ ഇടയ്ക്ക് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത ആളത് അനുകരിക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ആണ് പതുക്കെ പതുക്കെ ഈ രാസവളത്തിൻ്റെ ഉപയോഗം ആളുകൾക്ക് കൂടുന്നത്. പ്രധാനമായിട്ടും അത് ഗവൺമെൻറ് തലത്തിലും അത് രാസവളത്തിൻ്റെ ഉൽപ്പാദന കമ്പനികളുടെയൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് കൂടിക്കൊണ്ട് വന്നിരുന്നത്. ആദ്യകാലങ്ങളിൽ വിളവ് കൂടുതൽ കിട്ടിയെന്നുണ്ടെങ്കിൽ പോലും പിന്നെ പതുക്കെ പതുക്കെ രാസവളത്തിൻ്റെ ഉപയോഗം നമുക്ക് വിചാരിച്ചാലും കൂടേണ്ടി വന്നു. കാരണം മണ്ണ് ചീത്തയായി കഴിഞ്ഞപ്പോൾ അളവ് കൂട്ടേണ്ടി വരുന്നു. അളവ് കൂട്ടേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതോടൊപ്പം തന്നെ രാസകീടനാശിനികൾ മനുഷ്യന് പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ അത് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇത്തരം കാര്യങ്ങൾ ലോകവ്യാപകമായിട്ട് ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല കീടനാശിനികളും നിരോധിക്കപ്പെടുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വരികയും ചെയ്തു കഴിഞ്ഞ കാലത്താണ് കുറെ കൂടി ഉത്ബുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരും മറ്റുള്ള ആളുകളും ഇത് നമ്മൾ പരമാവധി ഉപയോഗം കുറയ്ക്കണം എന്നൊരു നിലപാടിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ഇപ്പോൾ മത്സ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റു ജീവികളുടെയൊക്കെ ഒരു നാശം, അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇത് കുടിവെള്ളത്തിൽ കലരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് പിന്നെ ഒന്നുകൂടി മാറി ചിന്തിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിച്ചത്. ജൈവ കൃഷിയിലേക്ക് വളരെ സജീവമാകുന്നത് ഏതാണ്ട് ഒരു 1987-88 കാലഘട്ടങ്ങളിലാണ്. അക്കാലത്ത് മസ്നോബു ഫുക്കോക്കയുടെ ഒരു പുസ്തകം മലയാളത്തിൽ പുറത്തിറങ്ങി, ഈ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്നുള്ള പേരിൽ. ആ പുസ്തകത്തിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് പ്രധാനമായിട്ടും ജൈവ കൃഷി എനിക്ക് വളരെ സജീവമായിട്ട് അല്ലെങ്കിൽ പ്രകൃതി കൃഷിയിലേക്ക് വളരെ സജീവമായിട്ട് ഇറങ്ങാനുള്ളൊരു കാരണം. ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ പരമാവധി പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കാതെ കൃഷി ചെയ്യുക, മണ്ണധികം ഇളക്കാതെ കൃഷി ചെയ്യുക, വിവിധ സാധനങ്ങൾ ഒരേ സമയം കൃഷി ചെയ്യുക. അപ്പോൾ നമുക്ക് മണ്ണ് നന്നായി കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി എന്തും തിരിച്ചു തരും. നമ്മൾ കൃത്രിമമായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാതെ മണ്ണിനെ നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂട്ടുക വേണ്ടത്. അല്ലാതെ രാസവളങ്ങൾ ഉപയോഗിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താൽക്കാലികമായിരിക്കും. ഫലഭൂയിഷ്ഠതയുള്ളൊരു മണ്ണാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ കാലവും നമുക്ക് ഫലം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ജീവനെ ആധാരമാക്കിയിട്ടുള്ള ഒരു കൃഷിയാണ് ജൈവ കൃഷി എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലാണ്. അപ്പോൾ മണ്ണിൻ്റെ ജീവൻ മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മണ്ണിലെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മജീവികൾ, അതുപോലെ തന്നെ മണ്ണിൽ വസിക്കുന്ന കൊടാനുകോടി ജീവികൾ, ചെടികൾ, ഇതെല്ലാം നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു പരിസ്ഥിതി. ഈ ഇക്കോ ചെയിൻ നഷ്ടപ്പെടാതെ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കൃഷി രീതിയും അതോടൊപ്പം തന്നെ വിപുലമാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും, ഈ മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും, ഈ ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കപ്പെടും. അതാണ് ജൈവ കൃഷിക്ക് ഒരു ബേസായിട്ട് ഞാൻ കാണുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഈ സൂക്ഷ്മജീവികളുടെ വർധനവിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഈ പ്രകൃതിജന്യമായിട്ടുള്ള വളങ്ങൾ, ഇപ്പം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കാലിവളം, അതുപോലെയുള്ള സാധനങ്ങൾ, അതുമാതിരി ഇലകൾ കൂട്ടിയിട്ട് അത് കമ്പോസ്റ്റ് ആക്കുക. അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അത് മണ്ണിൻ്റെ pH ആണ് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു ഘടകം നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ pH വളരെ കൃത്യമായി ചെക്ക് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള വളങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം. ഇപ്പോൾ അത് വളങ്ങൾ, പുളിപ്പിച്ച വളങ്ങൾ, അതുപോലെ തന്നെ ജീവാമൃതം പോലെയുള്ള വളങ്ങൾ, അങ്ങനെയുള്ള, അതുപോലെ തന്നെ നമുക്ക് ഇലകളെ കൊണ്ടുള്ള ചില കീടനിയന്ത്രണികൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷിയെ സഹായിക്കുന്ന രീതിയിൽ ഈ സൂക്ഷ്മജീവികളെ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ വിളവും കൂട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ജൈവകൃഷിയുടെ ഒരു തത്വം. തിരിച്ച് നിങ്ങൾ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് ജൈവ രീതിയിലോട്ട് വന്നപ്പോഴേ എത്ര കൊല്ലം വീണ്ടും ഭൂമി പഴയതുപോലെ ആവാൻ ടൈം എടുത്തിരുന്നു? എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഒരു ജൈവ കൃഷിയിലേക്കുള്ള ഒരു മാറ്റം ആരംഭിച്ചിരുന്നു.
അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റം സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ വന്നു കഴിഞ്ഞപ്പോൾ മണ്ണ് നന്നാവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ മണ്ണിൽ നന്നായിട്ട് നമുക്ക് കിട്ടുന്ന ഇലകളൊക്കെ ഉപയോഗിച്ച് പൊതയിടൽ, അതുപോലെ തന്നെ ചാണകം പോലുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്ന ഒരു 2-3 വർഷത്തിനുള്ളിൽ മണ്ണ് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാസവളമൊക്കെ ഇട്ടു അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗിച്ച സ്ഥലങ്ങളിൽ മണ്ണിൻ്റെ കുരുപ്പ്, അതായത് മണ്ണര ഉണ്ടാക്കുന്ന കുരുപ്പ് കാണാൻ പറ്റില്ല. അതേമാതിരി മണ്ണര ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരുന്നു മണ്ണ്. വിളവിൽ സംഭവിച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രാസവളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വിളവ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണ അത് കുറഞ്ഞു വരിക ചെയ്തത്. രാസവളം സാധാരണ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ വിളവ് കിട്ടാത്തൊരവസ്ഥ വന്നു. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറെ കൂടി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വിളവും കുറഞ്ഞു വന്നു. അപ്പോൾ നമ്മുടെ വിളവിലും വ്യത്യാസം വന്നു. ഇത് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള ഈ ദോഷവശങ്ങൾ, ഈ കീടനാശിനി രാസവളങ്ങൾ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു പരിധിവരെ ആളുകൾ ഇതിൽ ജൈവകൃഷിയിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഈ ജൈവകൃഷിയിലേക്ക് തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭക്ഷണ സാധനങ്ങളിൽ വരുന്ന ക്വാളിറ്റിയിൽ വരുന്ന ഒരു വ്യത്യാസമുണ്ട്. പഴയതുപോലെ ആ സാധനം കേടായി പോകുന്നില്ല. അപ്പോൾ പലരും നേരത്തെ തന്നെ രാസവളം ഉപയോഗിച്ചാലുള്ള ഒരു ദോഷവശം പറഞ്ഞിരിക്കുന്നത് ഈ സാധനം പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ വെള്ളരി വർഗ്ഗങ്ങൾ, ഇപ്പോൾ കുമ്പളം, മത്തൻ, വെള്ളരി ഇതൊക്കെ കെട്ടി തൂക്കിയിടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് 1 വർഷം വരെയൊക്കെ കിട്ടും. അടുത്ത വർഷം വിത്തിന് വേണ്ടിയിട്ട് വരെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. രാസവളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃഷി ചെയ്ത ഒരു ഉൽപ്പന്നത്തിൽ അത്രയും കാലം ഒരു ഷെൽഫ് ലൈഫ് കിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് അതിൻ്റെ പ്രധാനമായിട്ടും ഉള്ളൊരു ഗുണത്തിൻ്റെ കാര്യത്തിൽ. നമ്മളെ കാലത്ത് വന്ന ചില പഠനങ്ങൾ പറയുന്നത് നിലവിൽ രാസവളം ഉപയോഗിക്കാതെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകുന്ന പോഷകമൂല്യങ്ങളുടെ ഈ രാസവളം ഉപയോഗിച്ച് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു കാരണമായിട്ട് അക്കാലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പൊതുവെ ഇത് മാത്രമല്ല, ഈ ലോകത്തിന് ഒരു ദോഷമില്ലാത്തൊരു രീതി ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യക്കാരനായി കഴിഞ്ഞാലും നല്ല ഭക്ഷണം കിട്ടണം. നല്ല ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കൃഷി വേണം. നല്ല കൃഷി വേണമെന്നുണ്ടെങ്കിൽ നല്ല മണ്ണ് വേണം. നല്ല മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള കൃഷി രീതികൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആലോചനയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ എങ്ങനെ വേണം. പ്രത്യേകിച്ചും ഈ പ്രകൃതി ചികിത്സാ രംഗത്ത് ഉണ്ടായിരുന്ന ആളുകൾ, പരിസ്ഥിതി രംഗത്ത് ഉണ്ടായിരുന്ന ആളുകൾ, ഇവരൊക്കെ ഏതാണ്ട് ഒരു 90കളിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം നല്ല ഭക്ഷണം കിട്ടാനില്ല എന്നുള്ളതാണ്. പ്രകൃതി ചികിത്സയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലാണ് അവരുദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ദോഷങ്ങളില്ലാത്ത, പരിസ്ഥിതിക്ക് ദോഷം വരാത്ത കൃഷി രീതികൾ അല്ലെങ്കിൽ പരിസ്ഥിതി ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ഈ 2 കൂട്ടരുടെയും കാര്യങ്ങൾ ഒരുമിച്ച് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു ആലോചനയുടെ ഫലമായിട്ടാണ്, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചനയുടെ ഫലമായിട്ടാണ് 1992 പ്രൊഫസർ ജോൺ സി ജേക്കബ്, അതുപോലെ തന്നെ പ്രകൃതി ചികിത്സാ രംഗത്ത് അന്നത്തെ ആചാര്യനായിരുന്ന ഡോക്ടർ CRR വർമ്മി കൂടിയിരുന്നുള്ളൊരു ആലോചനയിൽ നമുക്കന്ന് ഒരുമിച്ച് എന്തുകൊണ്ട് കർഷകരെയും പരിസ്ഥിതി പ്രവർത്തകരെയൊക്കെ ഒരുമിച്ച് കൃഷി ചെയ്തുകൂടാന്നുള്ളൊരു ആലോചന വന്നു. ആ ആലോചനയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ കാലടിയിൽ നാസ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു യോഗം വിളിക്കുകയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒത്തുകൂടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ജൈവകർഷക സമിതി എന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതേമാതിരി നല്ല പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏർപ്പെടുക, അതോടൊപ്പം തന്നെ ആളുകളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കേരള ജൈവകർഷക സമിതി രൂപപ്പെട്ടത്. കേരളത്തിൽ എമ്പാടും ഇത്തരത്തിലുള്ള
പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകളെ അതത് ജില്ലകളിൽ സംഘടിപ്പിക്കുകയും അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ ജില്ലകളിലും ഇത്തരം ആളുകൾ കൂടിച്ചേരുക സ്ഥിരമായിട്ട് ചെയ്തു വന്നു. അപ്പോൾ ഇനി അടുത്തൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഗവൺമെൻറ് തലത്തിൽ അംഗീകരിക്കണം എന്നുള്ള നിലയ്ക്ക് കേരളത്തിനൊരു കാർഷിക നയം എന്നുള്ള നിലയ്ക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കി അന്നത്തെ ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും അത് അത്തരം ഗവൺമെൻറ്റുകൾ പൊതുവെ ലോകത്ത് ഇന്ന് മാറി മാറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ലോകം മുഴുവൻ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വരികയാണ്. കാരണം കാലാവസ്ഥ മാറ്റം വളരെ രൂക്ഷമായിട്ട് നമ്മളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ഈ പഴയ രീതിയിൽ ഇന്നുള്ള രീതിയിൽ നമുക്ക് ഈ പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത രാസവള കൃഷികളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുമാതിരി തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ അമിതമായിട്ടുള്ള ഇത്തരം കൃഷി രാസവസ്തുക്കളോടുള്ള ഉപഭോഗം അതുമാതിരി തന്നെ ഉപഭോഗ വസ്തുക്കളോടുള്ള പ്ലാസ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നത് പരിസ്ഥിതിയോട് അടങ്ങിയിട്ട് അല്ലെങ്കിൽ പ്രകൃതിയോടെ അടങ്ങിയിട്ട് ഉള്ളൊരു ജീവിതശൈലി രൂപപ്പെടുത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പതുക്കെ മാറി വരികയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഘടനാ രൂപം ഏതാണ്ട് 92 രൂപപ്പെട്ടെന്നുണ്ടെങ്കിലും അതൊരു കൂട്ടായ്മ പോലെ എല്ലാ ജില്ലകളിലും ഏതെങ്കിലും ഒരു ജൈവ കർഷകൻ്റെ കൃഷി ചെയ്യുന്ന ആളുകളുടെ വീട്ടിൽ വെച്ച് കൂടും. അപ്പോൾ ആ പ്രദേശത്തോ അല്ലെങ്കിൽ ആ ജില്ലകളിലുള്ള ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക. അപ്പോൾ അവരവരുടെ രീതികളെ പറ്റിയിട്ട് വിലയിരുത്തുകയും ഓരോരുത്തരുണ്ടായ പാളിച്ചകൾ നേട്ടങ്ങൾ വിവരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് കേരളത്തിലൊരു ജൈവ കൃഷി പ്രസ്ഥാനം വളർന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് വിറ്റഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം പലപ്പോഴും ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് കുറെ കൂടി ഒരു പ്രീമിയമായിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു പ്രീമിയം വില വേണം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ അത് വിറ്റഴിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ കർഷക ഗ്രൂപ്പുകൾ ചെറിയ ചെറിയ ചന്തകൾ പോലെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ജൈവ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തുടക്കം മൊത്തത്തിൽ ഇപ്പോൾ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ചെറിയ ഗ്രൂപ്പുകളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജൈവ കൃഷിക്ക് നല്ലൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള രാസവള കമ്പനികളും അതുപോലെ തന്നെ ജൈവവളത്തിനോട് പ്രോത്സാഹിപ്പിക്കുന്ന കമ്പനികളും കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഒരു പരിധി വരെ ഈ കൃഷിനൊപ്പം നമുക്ക് സഹായിക്കാവുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യം ഈ ഇക്കോളജിക്കൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കീടങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുകയാണ്. ഇപ്പോൾ പലപ്പോഴും പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിൽ ചില വരാവുന്ന കീടങ്ങളെ ഇപ്പോൾ നമ്മൾ ചെട്ടിമല്ലി, അതായത് ചെണ്ടുമല്ലി എന്ന് പറയുന്ന വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ വാഴയുടെ ഇടയിൽ വരുന്ന നെമവിരകളൊക്കെ ഈ ചെണ്ടുമല്ലിയുടെ ഗന്ധം കേൾക്കുമ്പോൾ പോയിട്ട് അതിൻ്റെ വേരുമുളയ്ക്ക് പോകും. അതുമാതിരി ചില കീടങ്ങൾ ഇതിൻ്റെ കളറിൽ ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് പോകും. അതുമാതിരി തന്നെ ഈ തരം കൃഷി ചെയ്യുമ്പോൾ ചോളം, ഇങ്ങനെ ഒരു ഇക്കോളജിക്കൽ മാനേജ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക്, എൻജിനീയറിംഗ് എന്നുള്ളൊരു നിലയ്ക്ക് ആ രീതിയിലും കൂടി കൃഷിയിൽ ഒരു പരീക്ഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. വിളകൾ, അതായത് ജൈവ കൃഷിയിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഒരു മാർക്കറ്റ് വരാനുള്ളൊരു കാരണം ഇതിൻ്റെ ഗുണനിലവാരത്തിലുള്ള വ്യത്യാസമാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ ധവൽദേവ് ഇത്തരത്തിലുള്ള നാടൻ വിത്തനങ്ങൾ പരിശോധിക്കുകയുണ്ടായി. അതായത് നിലവിലുള്ള ഈ ഹൈബ്രിഡ് ഇനങ്ങൾ ഇന്ന് കിട്ടുന്ന നെല്ലും അതേപോലെ തന്നെ നാടൻ നെൽവിത്തനങ്ങൾ, ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്നത് അവളക്കണ്ണൻ, ആര്യൻ, ചെമ്പാവ്, ഇങ്ങനെയുള്ള രക്തശാലി, ഇങ്ങനെയുള്ള നെൽവിത്തനങ്ങളുടെയും ഇതിലൊക്കെ എന്തൊക്കെ പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അരിയിൽ അടങ്ങിയിരിക്കുന്നത് പലപ്പോഴും ഈ ഈയത്തിൻ്റെ അംശം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ
നാടൻ നെൽവിത്തനങ്ങളിലുള്ള ഒരു മൂലകങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു പോഷക സമ്പുഷ്ടതയോ നിലവിൽ ഇപ്പോൾ ഉള്ള കൃഷി ചെയ്യുന്ന നെൽവിത്തനങ്ങളിൽ പരിയിലായി കഴിഞ്ഞാലോ മറ്റ് പച്ചക്കറി ഇനങ്ങളിലായി കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് ഇതിൻ്റെ കൂടെ വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഈ ആരോഗ്യരംഗത്ത് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ജീവനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വരെയും കേരളത്തിൽ പല പ്രകൃതി ജീവനായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്രകൃതി ചികിത്സാലയങ്ങൾ വരികയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു രീതിയാണ് ഫ്രൂട്ടേറിയൻ ഡയറ്റ്. ഫ്രൂട്ടേറിയൻ ഡയറ്റിൽ പറയുന്നത് മനുഷ്യൻ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നത് പഴങ്ങളും പച്ചക്കറികളും കഴിച്ചുകൊണ്ടാണ്, അത് പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടാണ്. അതിനുശേഷമാണ് ഇത് വേവിക്കാനുള്ള അതൊരു ടേസ്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നതായിരിക്കണം എന്ന് നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന കാലത്ത് വളരെ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ വളരെ ഗണ്യമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പഴങ്ങളും പച്ചക്കറികളും കഴിയുന്നതും വേവിക്കാതെ ഉപയോഗിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് കേരളത്തിൽ പ്രൊഫസർ ഡോക്ടർ ജോൺ ബേബി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു രീതി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ 7ഓളം PhD പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അപ്പോൾ ഇത് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുന്നത് നിങ്ങൾ ഒരു പഴങ്ങളും പച്ചക്കറികളും നിങ്ങൾ ഒരു 41 ദിവസമെങ്കിലും, അതായത് ഒരു മണ്ഡലക്കാലം, നമ്മുടെ ശരീരത്തിലെ ഒരു കോശം ഉണ്ടാകാനുള്ള ഒരു സമയമാണ് ഈ 41 ദിവസം. 41 ദിവസമെങ്കിലും നിങ്ങളിത് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ കോശങ്ങൾക്ക് എന്തെങ്കിലും വളർച്ചയുണ്ട് അല്ലെങ്കിൽ ഈ കോശങ്ങൾ വളർന്ന് നിങ്ങളുടെ ശരീരത്തിലുള്ള ഇപ്പോൾ നമുക്കറിയാം ക്യാൻസർ പോലുള്ളത് കോശങ്ങളെ ബാധിക്കുന്ന രോഗമാണ്. ഇത്തരം രോഗങ്ങൾ പുതിയ കോശങ്ങൾ വരുന്നതോടുകൂടി പഴയ കോശങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ രോഗം നമുക്ക് മാറും. അപ്പോൾ ആ ഒരു രീതി വളരെ പ്രചാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ആ ഒരു രീതി പ്രചാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കുകയും അതേപോലെ തന്നെ ഇത്തരം ഇതിനു വേണ്ടിയിട്ടുള്ള ചില ക്യാമ്പുകൾ ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫ്രൂട്ടേറിയൻ ഡയറ്റ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. ജോൺ ബേബി സാറ് 7 ദിവസം ഈ ക്യാമ്പിൽ കൂടെ നിന്നുകൊണ്ട് അസുഖങ്ങളുള്ള ആളുകളെ കാണുകയും അവർക്ക് ഈ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇവരുടെ അസുഖങ്ങളിലെ വരുന്ന വ്യത്യാസം, ഇതിന് ശേഷം ഉണ്ടാകുന്ന വ്യത്യാസം രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ കേരളമെമ്പാടും സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങൾ മാളയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പങ്കെടുത്ത ആളുകൾക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ അപ്പോൾ അത് വീണ്ടും പ്രചരിപ്പിച്ചു. വീണ്ടും ആളുകൾ പല സ്ഥലങ്ങളിലും പല ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ഈ രോഗവിമുക്തി നേടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതോടൊപ്പം നടക്കുമ്പോൾ തന്നെയാണ് വളരെ ഇപ്പോൾ ജൈവ കൃഷിയിലൊക്കെ തന്നെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ്, ഇപ്പോൾ പെർമാകൾച്ചർ എന്നുള്ള പേരിൽ ആസ്ട്രേലിയയിൽ ബിൽമോളിസൻ്റെ ചില രീതികൾ വന്നു. പരമാവധി നമ്മുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ വിവിധ ഇനം പച്ചക്കറികൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന പച്ചക്കറികൾ കൃഷി ചെയ്യുക, അതുമാതിരി ഈ പരമാവധി അത് കൂട്ടായിട്ട് കൃഷി ചെയ്യുക, അങ്ങനെ പ്രത്യേക രീതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബിൽമോളിസൻ്റെ രീതികൾ വന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാർഡ് നേതൃത്വത്തിൽ കഴിയുന്നതും പ്രകൃതി കൃഷി രീതിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള പറയുന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതികൾ വന്നു. കേരളത്തിൽ ഇത്തരം ഈ 1992 നടന്ന അതിന് മുൻകൈ എടുത്തത് KV ദയാൽ, അതുപോലെ തന്നെ ശിവപ്രസാദ് മാസ്റ്റർ, അതുപോലെ തന്നെ കാലടിയിലുള്ളൊരു പ്രകൃതി ജീവന പ്രവർത്തനായിരുന്ന ചാക്കോച്ചൻ, ലൂക്കോസ് കദളിക്കാട്ടിൽ, പിന്നെ ചെറുപ്പക്കാരായിരുന്നിട്ടുള്ള സുരേഷ്, പിന്നെ ഞാൻ, പിന്നെ ഒരു PM ജെയിംസ്, ഇങ്ങനെ ചില ആളുകളായിരുന്നു ഇതിന് മുൻകൈ എടുത്തത്. പ്രധാനമായിട്ടും പ്രൊഫസർ ജോൺ C ജേക്കബിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത്. കണ്ണൂർ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിശാലാക്ഷൻ മാഷ്, അതുമാതിരി തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഡോക്ടർ എലിസബത്ത് ജോസഫ് എന്ന അധ്യാപികയായിരുന്നു കാർഷിക യൂണിവേഴ്സിറ്റിയിൽ. ഇവരൊക്കെയായിരുന്നു അന്ന് മുൻകൈ എടുത്തത്.